हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രേക്ഷകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേക്ഷകരെ, ഇന്ന് 28 മാർച്ച് ശനിയാഴ്ചയാണ്. ഇന്ന് ഇന്ത്യയിൽ 10 മണിയാണ്. GMT അനുസരിച്ച് ഇപ്പോൾ വൈകുന്നേരം 4 മണിയാണ്. പ്രേക്ഷകരെ, ഇത് രാഹുദയുടെ സമയമാണ്. കാദ്യാനിൽ നിന്ന് നടക്കുന്ന ലൈവ് ഡിക്ഷൻ പ്രോഗ്രാം 4 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസോടുകൂടി നാം നിങ്ങളുടെ മുമ്പൊക്കെ ഹാജരായിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് 3-ാമത്തെ എപ്പിസോഡാണ്. ഈ പൂർണ്ണ സീരീസിൽ നമ്മൾ ദൈവഗുണങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രകടനത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതായിരിക്കും. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുന്നത് പോലെ രാഹുദ പ്രോഗ്രാം അത് ലൈവ് ആവുന്നതോടൊപ്പം തന്നെ അതൊരു ഇൻറ്ററാക്റ്റീവ് പ്രോഗ്രാം കൂടിയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് തങ്ങളുടെ ചോദ്യങ്ങളോടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ സ്റ്റുഡിയോ ദീക്ഷകനോട് കൂടിയിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഇവിടെ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനലിൽ അവതരിപ്പിക്കുകയും നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതുമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ടേബിൾ സ്ക്രീനിലുള്ള നമ്മുടെ അഡ്രസ്സുകൾ അവർക്ക് വായിക്കാവുന്നതാണ്. ടെലിഫോൺ ലൈൻ മുഖേനയും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫാക്സ് മെസ്സേജ്, ഇമെയിൽ മുഖേനയും നമ്മളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മളോടുമുള്ള പണ്ഡിതന്മാർ അവരെ ഞാൻ പരിചയപ്പെടുത്താം. മുഹത്തറം മൗലാന മുനീർ ഖാദിം സാഹിബ്, മുഹത്തറം മൗലാന നിയാസ് നായിക് സാഹിബ്, ഇവർ നമ്മോടൊപ്പം ചേരുന്നതാണ്. ഞാൻ രണ്ടുപേരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകരെ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവിക ഗുണങ്ങളാണ്. വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ അവൻ്റെ സത്യത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് മനുഷ്യനെ അതിനേക്ക് ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ദൈവിക ഗുണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അള്ളാഹു എങ്ങനെയുള്ളവനാണ്, നാം അവൻ്റെ ദാസനായിരിക്കുമ്പോൾ ഏതൊരു ധാർമ്മിക നിലയിലെത്തണം, ഈ കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്നു. ഈ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ചാ വിഷയമാക്കുകയാണ്. അത് സംബന്ധമായ എൻ്റെ ആദ്യ ചോദ്യം മുനീർ ഖാദിം സാഹിബിനോടാണ്. അള്ളാഹുവിൻ്റെ സിഫത്ത് ഹൈ എന്ന സിഫത്ത്, അതുപോലെ തന്നെ ഖയ്യൂം എന്ന സിഫത്ത്, ഇതിനെ സംബന്ധിച്ച് അല്പം വിശദീകരിച്ചാലും. ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ ഗുണപരമായ നാമമാണ്, വ്യക്തിഗതമായ നാമമാണ് അള്ളാഹു എന്ന് പറയുന്നത്. അള്ളാഹു എന്നുള്ളതാണ് അറബി ഗ്രാമർ അനുസരിച്ച്. മറ്റു മതങ്ങളിലും അള്ളാഹുവിൻ്റെ പേര്, നാമങ്ങൾ അത് പരംപിത, പരമാത്മ എന്നൊക്കെ ഉണ്ട്. ഈശ്വർ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. ചിലർ അവൻ്റെ പേര് ഗോഡ് എന്ന് വെച്ചിരിക്കുന്നു. വേറെ മതങ്ങളിൽ ഉലൂഹീം എന്ന് പറയുന്നുണ്ട്. വിവിധ മതങ്ങളിൽ അവരിൽ വ്യത്യസ്ത നാമങ്ങളാണ് ഈ ലോക സ്രഷ്ടാവിന് നൽകിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള നാമം അത് അള്ളാഹ് എന്നുള്ളതാണ്. ആ അള്ളാഹുവിൻ്റെ ഒരുപാട് സിഫത്തുകൾ അത് വിവരിക്കുന്നു. ആ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു തിരുമേനി അരുളുകയുണ്ടായി, അള്ളാഹുവിന് 99 ഗുണങ്ങളുണ്ട്. അതനുസരിച്ച് അത് നിങ്ങൾ അവലംബിക്കുക. അങ്ങനെ അവലംബിക്കുന്ന പക്ഷം നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയും നിങ്ങൾ സ്വർഗം നൽകുകയും ചെയ്യും.
ഈ സിഫത്തുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ കർമ്മപരമായ നിലയിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈ സിഫത്തുകൾ 99 സിഫത്തുകൾ അത് അത്രമാത്രം ഒരുപാട് എണ്ണമറ്റ് സിഫത്തുകൾ അള്ളാഹുവിൻ്റെ. ചിലത് അള്ളാഹുമായി മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഈ സുന്ദരമായ നാമങ്ങൾ, ഗുണവിശേഷങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. പിന്നീട് തുടർന്ന് അള്ളാഹു പറയുന്നു, ഫദൂഹു ബിഹ. നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ദുആകൾ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ സിഫത്തിന് വാസ്തു നൽകിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതായിരിക്കും. ഫദൂഹു ബിഹ. തുടർന്ന് പറയുന്നു, അവരെ വിട്ടേക്കുക. അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ ഷിർക്ക് അവലംബിക്കുന്നത് നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. ഉദാഹരണത്തിന് ഹിന്ദു മതക്കാർ, അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ദേവി ദേവതകളാക്കി മാറ്റിയിരിക്കുകയാണ്. അവരുടെ മൂർത്തികളുണ്ടാക്കി പൂജിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവർ ഇത് റിസ്ക് നൽകുന്നവരാണ്, ഇവർ ജീവിപ്പിക്കുന്നവരാണ്. അങ്ങനെ പല വിധത്തിലുള്ള മൂർത്തികൾ അവർ സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അരുൾ ചെയ്യുന്നു, വസറുല്ലദീന യുൽഹിദൂന ഫി അസ്മാഹിം. അതായത് ആ ആളുകൾ വിട്ടേക്കുക, അവൻ്റെ നാമങ്ങളിൽ, അവൻ്റെ സിഫത്തുകളിൽ ഇൽഹാദ് അവലംബിക്കുന്ന, ഷിർക്ക് അവലംബിക്കുന്ന ആളുകൾ. തുടർന്ന് പറയുന്നു, സയുസൗനമ. അതായത് ഇവരിങ്ങനെ പ്രവർത്തിക്കുന്നവർ, അവർക്ക് അതിന് പ്രതിഫലം നൽകുന്നതായിരിക്കും. അത് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം, അള്ളാഹുവിൻ്റെ സിഫത്ത് അൽ ഹൈ അൽ ഖയ്യൂമിനെ സംബന്ധിച്ചാണ് താങ്കൾ ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഉദ്ദേശം എന്താണ്? ഞാൻ നിങ്ങളുടെ മുമ്പാകെ സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അൽ ഹൈ ഓർ ഖയ്യൂം നൽകിയ എന്ന സിഫത്തുകൾ നൽകിയ തർജ്ജമ ഞാൻ കേൾപ്പിക്കാം. ഹുസൂർ പറയുന്നു, അൽ ഹൈ എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം സ്വയം ജീവിച്ചിരിക്കുന്നവൻ, മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നവൻ എന്നുള്ളതാണ്. തുടർന്ന് പറയുന്നു, അൽ ഖയ്യൂമിന് എന്തർത്ഥമാണ് തുടർന്ന് നൽകിയത്? അതായത് തൻ്റെ അസ്തിത്വത്തിൽ നിലകൊള്ളുന്നവൻ, സ്വയം നിലകൊള്ളുന്നവനും താൻ സൃഷ്ടിച്ച വസ്തുക്കളെ നിലനിർത്തുകയും ചെയ്യുന്നവൻ. അത് സ്വയം നിലനിൽക്കുന്നവനും മറ്റാരെങ്കിലും അവനെ നിലനിർത്തേണ്ട ആവശ്യമല്ല. ബാക്കി വസ്തുക്കൾ, അവൻ സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കൾ, അവർക്ക് ഓരോ നിമിഷവും അവൻ്റെ ആവശ്യമുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ താങ്ങ് ലഭിക്കേണ്ട ആവശ്യമുണ്ട്. അള്ളാഹുവിൻ്റെ താങ്ങില്ലാതെ, അവൻ്റെ കയ്യൂമ്യത്തില്ലാണ്ട് ലോകത്ത് ഒരു സൃഷ്ടിക്കും നിലനിൽക്കാൻ സാധ്യമല്ല, ഒരു നിമിഷം പോലും നിലനിൽക്കാൻ സാധ്യമല്ല. ഈ രണ്ട് സിഫത്തുകൾ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സമയത്ത് പരിമിതി മൂലം ഒരു സ്ഥലത്ത് പറഞ്ഞത് ഞാൻ പറയാം. അൽ ബഖറയിലെ ആയത്ത് നമ്പർ 256 വന്നിരിക്കുന്നു, വല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു ആരാണ്? അള്ളാഹുവിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അവൻ മാത്രമാണ് ആരാധ്യൻ. ഇബാദത്തിന് അർഹൻ അവൻ മാത്രമാണ്. എന്തുകൊണ്ട്? അവൻ ഹൈ ആണ്. അവൻ സ്വയം ജീവിച്ചിരിക്കുന്നവനും മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നവനുമാണ്. എന്തുകൊണ്ടാണ് ആരാധനയ്ക്ക് അർഹൻ? അവൻ ഖയ്യൂമാണ്. അവൻ സ്വയം നിലനിൽക്കുന്നവനും മറ്റെല്ലാ വസ്തുക്കളെയും താങ്ങായി നിൽക്കുന്നവനുമാണ്. ഈ ഒരു സംഗതി ഞാൻ നിങ്ങൾ മുമ്പാകെ അവതരിപ്പിച്ച ഈ ആയത്ത്, ഇതിൻ്റെ പേരാണ് ആയത്തുൽ കുർസി. ഇതിൽ അള്ളാഹുവിൻ്റെ മറ്റു ഒരുപാട് സിഫത്തുകൾ സംബന്ധിച്ച് പറയുന്നുണ്ട്. കാരണം അള്ളാഹു എന്തുകൊണ്ടാണ് ആരാധനയ്ക്ക് അർഹൻ എന്ന്. ഒന്നാമത്തത് അവൻ അൽ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്. പിന്നെ തുടർന്ന് പറയുന്നു, ലാ തഖുദുഹു സിനത്തും വലാ നൗം.
അവന് ഉറക്കമോ മയക്കമോ അവന് ബാധിക്കുന്നതല്ല. മനുഷ്യനെപ്പോഴാണ് ഉറങ്ങുന്നത്? അവൻ ക്ഷീണിക്കുമ്പോഴാണ്. അള്ളാഹുവിന് അത്തരത്തിൽ ക്ഷീണം ഉണ്ടാവാറില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അള്ളാഹു 7 ദിവസം കൊണ്ട് ഭൂമി പ്രപഞ്ചം സൃഷ്ടിച്ചു, പിന്നെ 7ാമത്തെ ദിവസം വിശ്രമിച്ചു എന്ന് ബൈബിളിൽ പറയുന്നു. എന്നാൽ ബൈബിളിൽ ഇങ്ങനെ അള്ളാഹു ക്ഷീണിതനായി എന്ന് പറയുന്നത്, ഖുർആൻ അങ്ങനെ പറയുന്നില്ല. അവന് ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല. തുടർന്ന് പറയുന്നു, അവൻ എന്തുകൊണ്ടാണ് ആരാധനക്കർഹൻ? ലഹു മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. ആകാശ ഭൂമികളിൽ എന്തൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ അവനാണ്. പറയുന്നു, അവൻ്റെ സത്ത എന്ന് പറയുന്നത് അവൻ്റെ സമക്ഷം ആർക്കും ശുപാർശ ചെയ്യാൻ സാധ്യമല്ല, അവൻ്റെ അനുമതിയില്ലാതെ. അവൻ ആർക്കാണ് അനുമതി നൽകുന്നത്? അവന് വേണ്ടി ഷെഫി ആരാണ് തിരിക്കുന്നത്? അവൻ്റെ ശുപാർശകൻ ആരാണ്? അവൻ്റെ അള്ളാഹുമായി ബന്ധപ്പെടുത്തിക്കുന്നത് അവനാണ്. ആ വ്യക്തിക്കാണ് അള്ളാഹു അനുവാദം നൽകുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഷെഫിക്ക് അർഹനാരാണ്? അത് നമ്മുടെ നബി ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇബാദത്തിന് അർഹനായി തീരുന്നത്. തുടർന്ന് പറയുന്നു, അവൻ അറിയുന്നു ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഭാവിയിൽ ഭൂതകാലത്ത് എന്താണ് കഴിഞ്ഞത്. ഭാവിയും ഭൂതവും അറിയുന്നവൻ അവനാണ്. അവൻ ഊഹിച്ച് പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവന് ഭൂതത്തെക്കുറിച്ചും അറിയാം, ഭൂതകാലത്തെക്കുറിച്ചും നന്നായി അറിയാം. അള്ളാഹുവിന് പരിപൂർണമായിട്ട് അറിയാം. തുടർന്ന് പറയുന്നു, അവൻ്റെ വിജ്ഞാനത്തെ ആയിരിക്കും വ്യാപിക്കാൻ കഴിയില്ല. ഈ ആകാശഭൂമികൾ അത് അവനെ ക്ഷീണിപ്പിക്കുന്നില്ല. അവൻ എല്ലാത്തിലും അലിയുൽ അദീം, ഉന്നതനും മഹാനുമാണ്. ഈ ഇബാദത്തിനും ആരാധനയ്ക്കും അർഹനായ അസ്തിത്വം അവനാണ്. അവനെന്നും ജീവിച്ചിരിക്കുന്നതാണ്. അവൻ മറ്റുള്ളവർക്ക് താങ്ങ് നൽകണം. അവനാണെങ്കിൽ ഒന്നിന് താങ്ങാൻ്റെ ആവശ്യമില്ല. ഇസ്ലാം മാത്രമാണ് ഈ ഒരു പോയിന്റ് ലോകത്ത് മുമ്പാകെ അവതരിപ്പിച്ചത്. ഇസ്ലാമല്ലാതെ മറ്റൊരു മതവും അവരിൽ ചിലർ പറയുന്നുണ്ട് അള്ളാഹു ആത്മാവിനും പരമാണുക്കളെയും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ആര്യ സമാജക്കാർ അവർ പറയുന്നത് ആത്മാവിനോ അവൻ്റെ പണിയെന്ന് പറയുന്നത് വെറും ആത്മാവിനും പരമാണുക്കളെയും ഇങ്ങനെ കൂട്ടിച്ചേർക്കുക എന്ന് മാത്രമുള്ളൂ, വിഘടിപ്പിക്കുകയും ചെയ്യുക മാത്രമാണ് പണിയെന്നാണ് അവർ പറയുന്നത്. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവനെന്തും അതിനെ എന്താ പറയുക കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് സൃഷ്ടിക്കൊണ്ട് അങ്ങനെ എന്താ അവകാശമുള്ളത്? പിന്നെ അവർക്ക് എന്തുകൊണ്ടാണ് ആരാധിക്കാൻ? എന്തിന് അള്ളാഹിനെ ആരാധിക്കണം? ആയത്തുൽ കുർസിയുടെ ഉള്ളിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള അൽ ഹയ്യ് അൽ ഖയ്യൂമിനെ അവതരിപ്പിച്ചുകൊണ്ട് പിന്നീടുള്ള തുടർന്നുള്ള സിഫത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് അള്ളാഹു പ്രകടിപ്പിക്കുന്നത് ഈ കാരണം കൊണ്ടാണ് അവനെ നമ്മുടെ സൃഷ്ടാവും നമ്മുടെ ഉടമസ്ഥനുമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ ആരാധനക്ക് അർഹനായിത്തീരുന്നത്. ഈ അവസ്ഥ തന്നെയാണ് ക്രിസ്ത്യാനികളുടേതും. അവർ വിശ്വസിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനെ ദൈവമായി കരുതുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തേക്ക് മരിച്ചുപോയൊരു ദൈവത്തെയാണ് അവർ വിശ്വസിക്കുന്നത്. സ്വയം മരിക്കുകയും മരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഹയ്യു കയ്യുമായി തീരുന്നത്? ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു ഔദാര്യമാണ്, അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളിലും ജമാഅത്ത് അഹമ്മദിയ മാത്രമാണ് ഈ വിശുദ്ധ ഖുർആനിലെ ഈ ജ്ഞാനം ലോകത്ത് അവതരിപ്പിച്ചത്. അഹമ്മദിയ മാത്രമാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ വലിയൊരു ഔദാര്യമാണ് ലോകത്തോട് കാണിച്ചത്. അവസാനം ഞാൻ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഉദ്ധരണി ഇത് സംബന്ധിച്ച് ഞാൻ വായിച്ച് കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഹുസൂർ അരുൾ ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ 2 പേരുകളുണ്ട്, ഒന്ന് ഹൈ, മറ്റൊന്ന് കയ്യൂം. ഹയ്യൂമിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവൻ സ്വയം ജീവിച്ചിരിക്കുന്നതും മറ്റ് വസ്തുക്കൾക്ക് ജീവൻ നൽകുന്നവനും എന്നാണ്. കയ്യൂം എന്നതിൻ്റെ അർത്ഥം അവൻ സ്വന്തം അസ്തിത്വത്തിൽ നിലകൊള്ളുന്നവനും താൻ സൃഷ്ടിച്ച വസ്തുക്കൾക്ക് താങ്ങായി വർത്തിക്കുന്നവനും അവരെ അവശേഷിപ്പിക്കുന്നവനാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ പേര് കയ്യൂം എന്നതുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നത് ഹയ്യുൻ എന്ന സിഫത്തിനെ പ്രയോജനപ്പെടുത്തുന്നവർക്കാണ്. എന്തെന്നാൽ അള്ളാഹു താൻ സൃഷ്ടിച്ച വസ്തുക്കൾക്ക് താങ്ങാവുന്നു.
അവൻ അവൻ്റെ അല്ലാതെ അവൻ സൃഷ്ടിക്കാത്ത വസ്തുക്കൾക്കല്ല. ആയതൊരു വ്യക്തി അള്ളാഹുവിനെ ഹയ്യായി വിശ്വസിക്കുന്നുവോ അവന് അവകാശമുണ്ട് അവന് കയ്യുമെന്ന് വിശ്വസിക്കാനും. അതായത് തൻ്റെ സൃഷ്ടികളെ തൻ്റെ കൈകൾ കൊണ്ട് താങ്ങു നൽകുന്നവനാണ് അവൻ. എന്നാൽ ഏതൊരു വ്യക്തി അള്ളാഹുവിനെ ഹയ്യും എന്ന് വിശ്വസിക്കുന്നില്ലയോ അവന് അവകാശമല്ല അവനെ സംബന്ധിച്ച് ഇങ്ങനെ വിശ്വസിക്കാൻ. അതായത് അവൻ മറ്റുള്ളവർക്ക് താങ്ങായി വർത്തിക്കുമെന്നും വിശ്വസിക്കാൻ. അതുകൊണ്ട് താങ്ങായി നൽകുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നു അവൻ്റെ താങ്ങില്ലെങ്കിൽ ആ വസ്തു ഇല്ലാണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ ഏതൊരു വസ്തുവിനെ സംബന്ധിച്ചാണോ അതുകൊണ്ട് അവൻ അതിൻ്റെ നിലനിൽപ്പിൽ അവൻ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളും അത് കയ്യും ഹയ്യും കയ്യും അതതിൻ്റെ ഫലത്തിൽ അത് പരസ്പരം ബന്ധിതമാണ്, അത് വേറെ വേറെ അല്ല. അതുകൊണ്ട് ഏതൊരാളാണ് വിശ്വസിക്കുന്നത് അള്ളാഹു റൂഹുകളെയും പരമാണുക്കളെയും സൃഷ്ടിക്കുന്നവനല്ലെന്ന് വിശ്വസിക്കുന്നവർ അവർ ശരിക്കും ജ്ഞാനമില്ലാത്തവരാണ്. അവരെ സംബന്ധിച്ചാണ് അവർക്ക് എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹു കയ്യുമോ അല്ല ഹയ്യുമല്ല എന്ന്. അതുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ താങ്ങുകൊണ്ടാണ് ഈ പരമാണുക്കളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്, ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതും. അതുകൊണ്ട് അവനെ ആശ്രയിക്കപ്പെട്ട ആൾക്കാർക്കറിയാം. അതുകൊണ്ട് അത് ഇഖ്ദസ് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥമാണിത്. ചഷ്മെ മസീഹി എന്ന ഗ്രന്ഥമാണ്. അതിൽ നിന്നാണ് ഈ ഉദ്ധരണി എടുത്തിരിക്കുന്നത്. മറ്റൊരു ഉദ്ധരണിയുണ്ട്, അവൻ തന്നെയാണ് അള്ളാഹു, അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, അവൻ എല്ലാ ജീവൻ്റെയും ജീവനാണ്, എല്ലാ അസ്തിത്വത്തിൻ്റെയും താങ്ങാണ് അവൻ. ഈ ആയത്തിൻ്റെ അർത്ഥം ഇതാണ്. അതായത് ഹയ്യു ഒരു കയ്യും എന്ന ആയത്തിൻ്റെ അർത്ഥം ഇതാണ്. അവൻ മാത്രമാണ് ജീവിച്ചിരിക്കുന്നവൻ, സ്വയം നിലനിൽക്കുന്നവനും അവൻ മാത്രമാണ്. അത് അവൻ തന്നെയാണ് ജീവിച്ചിരിക്കുന്ന ദൈവം എന്നതിനാൽ അവൻ തന്നെയാണ് സ്വയം നിലനിൽക്കുന്നവനും. അതുകൊണ്ട് ഇതിന് വ്യക്തമാകുന്നത് ഓരോ വ്യക്തിയും അവനെല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്, എന്നാലും അവൻ്റെ ജീവൻ കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് അവനെ കൊണ്ട് മാത്രമാണ്. ചഷ്മ മാരിഫത്ത്. ജസാക്കുമുല്ലാ താലാസുൽ ജസാ. ഇത് സംബന്ധിച്ചുള്ള അടുത്ത ചോദ്യം മൗലാന നിയാസ് നായിക് സാഹിബിനോടാണ്. അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണമായ സൃഷ്ടി എന്നുള്ളത് സൃഷ്ടിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ജസാക്കുമുല്ലാ താല. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അള്ളാഹു ഏറ്റവും ഉത്തമമായ സൃഷ്ടാവാകുന്നു. അള്ളാഹു ഈ പ്രപഞ്ചത്തെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പരിപൂർണമായിട്ടുമാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല, ഒരു കുറവുമില്ല. അള്ളാഹു വിശുദ്ധ ഖുർആൻ പറയുന്നു ഈ റഹ്മാനായ അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിൽ യാതൊരു കുറവും നിങ്ങൾ കാണാൻ സാധ്യമല്ല. നീ നിൻ്റെ കണ്ണുകളെ നീ എല്ലാ ഭാഗത്തേക്കും ഓടിക്കുക, അത് തിരിച്ച് നിൻ്റെ അടുത്തേക്ക് ക്ഷീണിച്ചെത്തുന്നതായിരിക്കും. പിന്നീട് വീണ്ടും നീ നോക്കുക, യൻകലിബ് ഇലൈക്കൽ ബസറു ഖാസിൻ, നിൻ്റെ കാഴ്ച നിന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്, അത് ക്ഷീണിച്ചതായിരിക്കും, അതായത് പരാജയപ്പെട്ട് വരുന്നതായിരിക്കും. അങ്ങനെയാണ് അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ, ഹദരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, ആലമെ സഗീർ, ചെറിയ പ്രപഞ്ച മനുഷ്യൻ അഹ്സന തക്വീമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ലഖദ് ഖലഖൽ ഇൻസാന ഫി അഹ്സനി തക്വീം, നാം ഈ മനുഷ്യനെ ഏറ്റവും ഉത്തമമായ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അഹ്സന തക്വീം എന്നതിൻ്റെ ഉദ്ദേശം ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഏറ്റവും ഉത്തമമായ രീതിയിലാണ്, അതായത് ബാലൻസിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, തികച്ചും മിതത്വമായ രീതിയിൽ. അതായത് അതാണ് അള്ളാഹു അഹ്സന തക്വീമിൽ സൃഷ്ടിച്ചിരിക്കുന്നു പറയുന്നത്. അതിൻ്റെ മറ്റൊരർത്ഥം, മനുഷ്യന് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, സവിശേഷ ഗുണങ്ങൾ സ്വീകരിക്കുന്നുള്ള കഴിവ് നൽകിയിരിക്കുന്നു. നാം ശ്രദ്ധിക്കേണ്ട കാര്യം,
അള്ളാഹു ആദമിനെ തൻ്റെ സൂറത്തിൽ തൻ്റെ രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളെ സ്വീകരിക്കാനുള്ള രീതിയിൽ. അതുപോലെ തന്നെ മറ്റൊരായത്വം സിബുഖത്തുല്ലാഹുമൻ ആസൻ അള്ളാഹു സിബുഖ, അള്ളാഹുവിൻ്റെ ആ വർണ്ണമാകുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഒരു ബന്ധമാണ് സൃഷ്ടാവിനും സൃഷ്ടികൾക്കുമുള്ളത്. ഇത് സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ അതിനുശേഷം യാതൊരു ബന്ധം ഉപേക്ഷിച്ചില്ല. മറിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ കുറിച്ചുള്ള അന്വേഷണം അവൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പറയുന്നു, വൈസ് അഹസ റബ്ബുക മിൻ ബനി ആദമ മിൻ ഹുസൂരിഹിം സുർരിയതൻ വ അഷ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലു ബലാ ഷഹിദ്ന അൻ തഖൂലു യൗമൽ ഖിയാമ ഇന്നാ കുന്ന അൻ ഹാസ ഗാഫിലൂൻ. അർത്ഥം, നിങ്ങൾ ഓർക്കുക, നിന്റെ നാഥൻ ആദം സന്തതികളോട് മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ സ്വന്തം ആത്മാവിൽ അവനെ സാക്ഷിയാക്കി. എന്നിട്ട് ചോദിച്ചു, ആരാണ് നിന്റെ റബ്ബ്? അപ്പോൾ പറഞ്ഞു, തീർച്ചയായും റബ്ബാണെന്ന് അവർ ഖിയാമത്ത് നല്ലവർ മറുപടി പറയുന്നതായിരിക്കും. ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പദ്യത്തിൽ പറയുന്നു, തൂനെ ഖുദ് റൂഹോം പെ അപ്നെ ഹാത്ത് സെ ചിഡ്ക നമക് ഇത്നെ ഷോർ. അതായത് അത് സ്വയം ആത്മാവ് അള്ളാഹുവിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ കുറിച്ചുള്ള അന്വേഷണം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അലസ്തു ബിറബ്ബിക്കും കാലു ബല എന്ന ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട് ഹദ്റത്ത് മസീഹ് വസ്സലാം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് വസ്സലാം പറയുന്നു, ഒരു കാട്ടുവാസിക്ക് പോലും അറിയാം എങ്ങനെയാണ് ഇതേപോലുള്ള ബന്ധം. അതിനെ സംബന്ധിച്ചാണ് അത് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, അലസ്തു ബിറബ്ബിക്കും ബല എന്ന് പറയുന്നത്. അള്ളാഹു പറയാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചവനല്ലേ? അവൻ പറയും, എന്തുകൊണ്ടില്ല? ഈ ചോദ്യോത്തരം യഥാർത്ഥത്തിൽ അള്ളാഹുവിനും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് അതായത് പ്രകൃതിദത്തമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ സാക്ഷ്യം മനുഷ്യൻ്റെ ആത്മാവിൽ അത് രൂഢമൂലമാക്കിയിരിക്കുന്നു. അതായത് മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അള്ളാഹു അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിനെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ള ആ ഒരു ത്വര. ചിലപ്പോൾ ആ അന്വേഷണം വഴിതെറ്റിപ്പോകാം, അങ്ങനെ ദൈവത്തിൽ നിന്ന് മനുഷ്യനാകുന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ അതുണ്ടായിരുന്നിട്ട് കൂടി ഹദ്റത്ത് മസീഹ് വസ്സലാം പറയുന്നു, മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനുള്ള ആ ഒരു ദാഹം അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതെന്നും നിലനിൽക്കുന്നതാണ്. പറയുന്നു, അതിന് നിങ്ങൾക്കറിയാം, വെള്ളത്തെ എത്ര ചൂടാക്കിയാലും അതിനെ നിങ്ങൾ അഗ്നിയിൽ ഒഴിക്കുകയാണെങ്കിലും ആ അഗ്നി അത് കിടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ മനുഷ്യൻ എത്രത്തോളം മനുഷ്യൻ്റെ ആത്മാവ് മോശമായാലും തൗബ ചെയ്യുന്നു, അത് തൗബ ചെയ്താൽ അത് ആ നരകാഗ്നിയെ അത് കെടുത്തിക്കളയുന്നതായിരിക്കും. ആ തൗബ അത് എപ്പോഴും അള്ളാഹുലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നതാണ് തൗബ എന്ന് പറയുന്നത്. ഇതിനെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആയുടെ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് ഹദ്റത്ത് താലിബ് ബിൻ നസ്ർ അസീസ് പല ഖുത്ബകളിലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ഹുസൂർ പറയുന്നു, മസീഹ് വസ്സലാം പറയുന്നു, ഒരു കുട്ടി പാലിന് വേണ്ടി കരയുമ്പോൾ മാതാവിൻ്റെ നെഞ്ചിൽ പാലിറങ്ങി വരുന്നു. ആ കുട്ടിക്ക് ദുആയുടെ പേര് പോലും അറിയില്ല. എങ്ങനെയാണ് ആ കുട്ടിയുടെ കരച്ചിൽ ആ പാല് അതിനെ അങ്ങോട്ട് ആകർഷിക്കുന്നത്? ആ കുട്ടിയുടെ ആ അലറൽ അത് ആ പാല് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അള്ളാഹു നിങ്ങൾക്കൊന്നും തന്നെ തരാൻ സാധ്യമല്ലേ? എന്നാൽ അന്ധരായവർ, അവർക്കിത് കാണാൻ സാധിക്കുന്നില്ലേ? ആ കുട്ടിക്ക് മാതാവിനോടുള്ള ആ ഒരു ബന്ധത്തെ മനസ്സിലെത്തിക്കൊണ്ട് അള്ളാഹുമായുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതിനെ ഒരു മാതാവും കുട്ടിയുമായിട്ടുള്ള ബന്ധമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ്. ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്
അള്ളാഹു 70 മാതാക്കളേക്കാൾ കൂടുതൽ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നാണ്. കാരണം മനുഷ്യൻ്റെ പ്രകൃതം അള്ളാഹുലേക്കാണ് തിരിയുന്നത്. ഹദീസിൽ വരുന്നു, ഒരു മരുഭൂമിയിൽ ഒരു ഒട്ടകം കാണാതെ പോകുന്നൊരു വ്യക്തിക്ക് ആ ഒട്ടകം തിരിച്ചു കിട്ടുമുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ കൂടുതലായിരിക്കും അള്ളാഹുവിന് തൻ്റെ ഒരു ദാസൻ തന്നിലേക്ക് മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഇതാണ് വലിയ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം. അത് മുസ്ലിം ഈ യാഥാർത്ഥ്യത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് തുറന്നിരിക്കുന്നു. മറ്റൊരു കാര്യം ഇത് ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അത് മുസ്ലിം പറയുകയുണ്ടായി, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഈ ബന്ധം എങ്ങനെയായിരിക്കണം. ഹുസൂർ ഒരു വാക്യത്തിൽ പറയുന്നു, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം ഒരു സുഹൃത്തിനെ പോലെയായിരിക്കും. ചില കാര്യങ്ങൾ അവർ മറ്റുള്ളവരുടെ കേൾക്കുന്നു, ചില കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതായത് ചിലപ്പോൾ അള്ളാഹു സൃഷ്ടിയുടെ കാര്യങ്ങൾ കേൾക്കുന്നു, ചിലപ്പോൾ തൻ്റെ കാര്യങ്ങൾ സൃഷ്ടികളെ കൊണ്ട് കേൾപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങൾ ചോദിക്കുക, ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. വല നബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. ചിലപ്പോൾ അള്ളാഹു ധനം കൊണ്ടും ജീവൻ കൊണ്ടും അതേപോലെ തന്നെ കൃഷിയിലെ നഷ്ടങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ, വിശപ്പ് കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതായിരിക്കും. ആരാണ് ആ സമയത്ത് സബർ ചെയ്യുന്നത്, ക്ഷമ എടുക്കുന്നത്, അവർക്ക് അള്ളാഹുവിന് ലഭിക്കുന്നതായിരിക്കും. അള്ളാഹുവിനെ ജ്ഞാനം കരസ്ഥമാക്കുക, അള്ളാഹുവിന് ലഭിക്കും എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമാകുന്നു. ഹദീസിൽ വന്നിരിക്കുന്നു, കുൻതു കൻസൻ മഖ്ഫിയൻ ഫഅറഫ്തു അൻ ഫഅഖ്തു ആദം. ഞാൻ ഒരു മറഞ്ഞിരിക്കുന്ന നിധിയായിരുന്നു, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് ഞാൻ ആദമിനെ സൃഷ്ടിച്ചു. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എൻ്റെ കാരണം അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിൻ്റെ ജ്ഞാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവജ്ഞാനത്തിലാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അടങ്ങിയിരിക്കുന്നത്. കുല്ലു ഷൈൻ ഇർജിഇൽ അർബി, എല്ലാം അതിൻ്റെ യഥാർത്ഥത്തിലാണ് മടങ്ങുന്നത്, എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന കരങ്ങളിൽ നിന്നാണ് പുറപ്പെടുന്നത്. അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിലാണ് നമുക്ക് സംതൃപ്തി ലഭിക്കുക. നമ്മുടെ ആത്മാവും ശരീരമെല്ലാം അതെല്ലാം അള്ളാഹുലേക്ക് വേണം മടങ്ങേണ്ടത്. അള്ളാഹുലേക്ക് മടങ്ങുന്നത് തൗബ ചെയ്യുന്നത്, അവർക്ക് ആ ഒരു ശബ്ദം കേൾക്കും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി. അല്ലയോ സമാധാനം ശാന്തി പ്രാപിച്ച ആത്മാവേ, അള്ളാഹുലേക്ക് മടങ്ങുക. ഞാൻ എന്നിൽ തൃപ്തിയായും ഞാൻ തൃപ്തിയായ രീതിയിൽ എന്നിലേക്ക് മടങ്ങുക, എൻ്റെ ദാസരിൽ എൻ്റെ സ്രോതത്തിൽ നിന്ന് പ്രവേശിക്കുക എന്ന് അള്ളാഹു പറയുന്നു. വീണ്ടും ഞാൻ പറയുകയാണ്, ഖാലിഖ് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം മനുഷ്യൻ സൃഷ്ടിച്ചാലും അള്ളാഹു എന്നുള്ള ബന്ധം വേർപെടുത്തിയില്ല. മറിച്ച് തന്നെ അന്വേഷിക്കുന്നുള്ള ഒരു ത്വര അള്ളാഹു മനുഷ്യൻ്റെ പ്രകൃതത്തിൽ രൂഢമൂലമാക്കിയിരിക്കുന്നു. അള്ളാഹു മനുഷ്യൻ മനുഷ്യൻ ഇല്ല ബിഹംദിഹി, ഒരു വസ്തു അത് എന്തായ തന്നെയായാലും അത് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അള്ളാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നെന്ന ബോധം ഉണ്ടാവുന്നു. അത് മറ്റുള്ള സാധനങ്ങൾ അള്ളാഹുവിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹ് എന്ത് കാര്യത്തിനാണ് സൃഷ്ടിച്ചത് അത് അള്ളാഹ് അത് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ്. മൊൽസാവ് പറയേണ്ടായി, നാം നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശത്തെ പൂർത്തിയാക്കുന്നവരായിരിക്കണം നാം. വമാ ഖലഖ്തുൽ ജിന്ന ഇല്ലാ വൻസി ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചത്. എൻ്റെ അടുത്ത ചോദ്യം മുഹ്തറം മൗലാന മുനീർ ഖാദിം സാഹിബിനോടാണ്. അള്ളാഹുവിൻ്റെ അർ റസാഖ് എന്ന സിഫത്ത് അത് ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് അല്പം വിശദീകരിച്ചാലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ അർ റസാഖ് എന്ന സിഫത്ത്, ഇത് റസാഖ് എന്നുള്ളത് മുബാലക ആണ്. മുബാലകയിൽ അത് അതിശയോക്തിപരമായിട്ട് അതായത് പറയുന്നതാണ്. തൻ്റെ അവസ്ഥയുടെ അനുസരിച്ച് അംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർണ്ണമായ നിലയിൽ അത് പ്രകടമാവുക എന്നുള്ളതാണ്. അതായത് പരിധിയിൽ അധികമായിട്ട് അത് പ്രകടമാവുക. അത് അള്ളാഹുവിൻ്റെ സിഫത്ത് അത് റസാഖ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നത്
അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്കിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വ. പറയുന്നു, ഞാൻ ജിന്നിനും ഇൻസിനെയും എന്നെ ആരാധിക്കാനായിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ അവരിൽ നിന്ന് റിസ്ക് ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഭക്ഷണം നൽകാൻ. അള്ളാഹു റസ്സാഖാണ്, ഏറ്റവും അധികം റിസ്ക് നൽകുന്നവനാണ്. അതിൻ്റെ അവസാന ബിന്ദുവാണ് റിസ്കിൻ്റെ. അത് ദുൽ ഖുവ്വയാണ്. അത് അൽ മത്തീൻ, അത് ദൃഢമായ ഗുണങ്ങളുള്ളവൻ എന്നുള്ളതാണ്. ആകയാൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ മുഫ്രദാത്ത് ഇമാം റാവിഗിൻ്റെ അവലംബിച്ചുകൊണ്ട് റസ്ക്കിൻ്റെ അർത്ഥം നൽകിയിരിക്കുന്നു. അൽ അതാ ഉൽ ജാരി, എന്നു നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ, അതാണ് റിസ്ക്. എന്നേക്കുമായി ആ അനുഗ്രഹങ്ങൾ നിലനിർത്തുന്നവൻ, അത് അങ്ങനെ ചെയ്യുന്നവനാണ് റസാഖ്. ആകയാൽ റിസ്ക്കിനെ സംബന്ധിച്ച് ഹുസൂർ മുസ്ലിം റളിയല്ലാഹു വിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായിട്ട് തഫ്സീർ കബീറിൽ വിവരിച്ചിട്ടുണ്ട്. ഹുസൂർ പറയുന്നു, റിസ്ക് എന്ന് പറയുന്നത് ഭക്ഷണമെന്ന് മാത്രമല്ല, തിന്നുക, കുടിക്കുക, അല്ലെങ്കിൽ വസ്ത്രം മാത്രമല്ല, ഇൽമും അതിൽ പെടുന്നു. അതും അള്ളാഹുവിൻ്റെ റിസ്ക്കാണ്. അതിൽ മനുഷ്യൻ്റെ സനത്ത് ഇർഫത്ത്, അതായത് പ്രവർത്തനങ്ങൾ, അള്ളാഹു നൽകിയിരിക്കുന്ന ഗുണങ്ങൾ, കഴിവുകൾ, അതും റിസ്കിൽ പെടുന്നു. വളരെ വിശാലമായ അർത്ഥമാണ് അതിനുള്ളത്. അവിടുന്ന് പറയുകയുണ്ടായി, നോക്കൂ, അള്ളാഹുവിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് അത് 1000 പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ അത് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിലൊരു തരത്തിലുള്ള ഒരു കുറവും വന്നിട്ടില്ല, അത് അവസാനിച്ചിട്ടുമില്ല. അള്ളാഹു സൂറ സ്വാദിൽ പറയുന്നു, ഇന്ന ഹാദാൽ റിസ്ഖുന മാ ലഹു മിൻ നഫാദ്, അതായത് ഇത് നമ്മുടെ റിസ്ക്കാണ്, ഇതിൽ അവസാനമില്ല, അങ്ങനെ അത് സാധ്യവുമല്ല. മനുഷ്യന് മുമ്പുള്ള സൃഷ്ടി, അതായത് മനുഷ്യ സൃഷ്ടിപ്പിന് ശേഷമുള്ള ഈ കാര്യം നോക്കുകയാണെങ്കിൽ, ഈ ധാന്യങ്ങൾ, ഈ വസ്തുക്കൾ, ഇത് എന്നു മുതൽ അള്ളാഹു ലോകത്ത് സൃഷ്ടിച്ചോ അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേ പോവുകയാണ്. അള്ളാഹു മനുഷ്യന് ബുദ്ധിയും ശക്തി നൽകി. അത് മുമ്പ് കുറവുണ്ടായിരുന്ന പല ധാന്യങ്ങളും ഇപ്പോൾ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം മനുഷ്യൻ്റെ കഴിവുകൊണ്ട് അതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും തന്നെ ഇതിന് അവസാനം ഉണ്ടായിട്ടില്ല. മനുഷ്യനു വേണ്ടിയും മൃഗങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഗോതമ്പ് ഉണ്ടാക്കുന്നു. അത് മൃഗങ്ങൾക്ക് ആവശ്യമാകുന്ന പുല്ലും അതിൽ ലഭിക്കുന്നു. മാത്രമല്ല, അതിൻ്റെ തരം, ഇനങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു മാമ്പഴം, അത് ഒന്ന് മാത്രം ആണ്, ഒരു ഇനം മാത്രമാണ് അല്ല, ഒരുപാട് ഇനം ഉണ്ട്. മാമ്പഴങ്ങളുടെ 500-ലധികം ഇനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രമാത്രം ഇനങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. പിന്നെ നോക്കുക, ചൂടും തണുപ്പും സംബന്ധിച്ച് അത് നമുക്ക് പാല് നോക്കുക. നമുക്ക് പാല് ലഭിക്കുന്നുണ്ട്. എന്നാൽ ശീത ഉള്ള സ്ഥലങ്ങളിൽ അവിടെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള പാലുകളാണ് ഉപയോഗിക്കുന്നത്. പല കാലാവസ്ഥക്കനുസരിച്ചുള്ള പല വ്യത്യസ്തമായിട്ടുള്ള റിസ്കുകളാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, വമാ മിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്കുഹ യഅലമു മുസ്തഖറഹ വ മുസ്തൗദഹ. ഒരു ജാൻവറും, അതായത് ഭൂമിയിൽ ചരിക്കുന്ന വസ്തുക്കളുടെ അതിൻ്റെ റിസ്ക് അള്ളാഹുവിൻ്റെ പക്കലല്ലാണ്ടില്ല.
അവരുടെ സ്ഥിരമായ വാസനകളും അത് നോക്കുക. ചില പക്ഷികളുണ്ട്, ആയിരക്കണക്കിന് മൈലുകൾ യാത്ര ചെയ്തിട്ട് അവർക്ക് അവിടെ നിന്നാണ് അവരുടെ ഭക്ഷണം ലഭിക്കുന്നത്. കല്ലിൻ ഭൂമിക്കടിയിലുള്ള ജീവികൾ, അവർക്കും അള്ളാഹു റിസ്ക് വച്ചിരിക്കുകയാണ്. തുടർന്ന് പറയുന്ന അള്ളാഹു, മനുഷ്യൻ സൃഷ്ടികളിൽ ഉത്തമനായി സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യൻ അള്ളാഹു അവൻ്റെ ഒരു കടമയായി വെച്ചിരിക്കുന്നത്. എന്താണ് കടമ? ഞാൻ ഏതുപോലെ റാസിഖാണോ, അസ്മി സർദന് പറയുന്നു, അള്ളാഹു പറയുന്നു എൻ്റെ സിഫത്തുകൾ അവലംബിക്കുക എന്നുള്ളത്. അമ്മ ഹസനുൽ സിബഖത്തുള്ള അള്ളാഹു പറയുന്നു, റസാഖിയത്തിൻ്റെ നിറം നിങ്ങളും കാണിക്കുക. അതിനുവേണ്ടി വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ ആയത്താണ് യുഖീമൂന സ്വലാത്ത. മുഅ്മിൻ എന്ന് പറയുന്നത് ആരാണ്? അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. യുഖീമൂന സ്വലാത്ത, നാം നൽകിയിട്ടുള്ളതിന് അവർ ചെലവഴിക്കുന്നവരാണ്. നാം എന്താണ് അവർക്ക് നൽകിയത്? വമിമ്മാ റസഖ്നാഹും, ഞാൻ എന്ത് റിസ്ക്കാണോ നാം അവർക്ക് നൽകിയത്, റിസ്ക്കിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യം അതിൽ നിന്ന് അതെല്ലാം അവർ ചെലവഴിക്കുന്നു. അള്ളാഹു പറയുന്നു, എങ്ങനെയാണോ ഞാനുള്ളത് റാസിക്കും റസാക്കും ആയിട്ട്, അതുപോലെ തന്നെ നിങ്ങളുമായി തീരുക. ഇതിൽ എല്ലാ മനുഷ്യൻ എന്ത് പാഠമാണ് ലഭിക്കുന്നത്? നിങ്ങൾ ചെലവഴിക്കുമ്പോൾ ഇത് മുസ്ലിമാണോ, ഇത് ഹിന്ദു ആണോ, ഇത് ക്രിസ്ത്യാനിയാണോ, ഏത് മതവുമായി ബന്ധപ്പെട്ടെന്ന് നോക്കരുത്. ഞാൻ രാമൻ്റെ കൃഷിയിടത്തിലും ഞാൻ മഴ പെയ്പ്പിക്കുന്നു, അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ഇതിലും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഗുണം നിങ്ങൾ അവലംബിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് എനിക്ക് നൽകിയിട്ടുള്ളത് അതിൽ നിന്ന് യാതൊന്നും പരിഗണിക്കാതെ നിങ്ങൾ ചിലവഴിക്കുക. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു നമുക്ക് റസാഖിയത്തിൻ്റെ സദൃശരായി തീരാനായിട്ടാണ് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ പാഠം. തുടർന്ന് അള്ളാഹു പറയുന്നു, ഇതിൽ ഞാൻ നൽകിയിട്ടുള്ളത് നിങ്ങൾ ചിലവഴിക്കുക. അള്ളാഹു എന്താണ് നൽകുന്നത്? അള്ളാഹു മനുഷ്യന് നിങ്ങൾ ഹറാമും ചിലവഴിക്കാൻ അള്ളാഹു പറയുന്നില്ല. ഞാൻ എന്താണ് നൽകുന്നത്? നിങ്ങളെ ശ്രമം കൊണ്ട് ലഭിക്കുന്ന ഹലാലായ റിസ്ക്, അതിൽ നിന്ന് മനുഷ്യന് റാസിഖാവാൻ വേണ്ടിയിട്ടുള്ള അധ്യാപനം നൽകിയിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിൻ്റെ സദൃശനായി തീരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സിഫത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ യാതൊരു മതം പരിഗണിക്കാതെ നിങ്ങളവിടെ ചെലവഴിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ സമ്പത്ത് പരിശുദ്ധമായിരിക്കണം. അതിലൊരു യാതൊരു തരത്തിലുള്ള കലർപ്പും ഉണ്ടാവാൻ പാടില്ല. അത് ഹറാമിൻ്റെ ഒരു കലർപ്പും ഉണ്ടാവാൻ പാടില്ല. പറയുന്നു, ഞാൻ നൽകിയിരിക്കുന്ന സമ്പത്തായിരിക്കണം. അല്ലാതെ മനുഷ്യരുടെ അവകാശം ധ്വംസിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നൽകുകയാണെങ്കിൽ അതൊരിക്കലും സ്വീകാര്യമാകില്ല. നിങ്ങൾ ഇബാദത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വീകാര്യമാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആയത്ത് റസാഖിനെ കുറിച്ച് പറഞ്ഞ അത് തുടങ്ങുന്നത് തന്നെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെ മിൻസിനെ ഞാൻ ഇബാദത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു റസാഖാണെങ്കിൽ നാം അവനെ സദൃശനായി തീരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ്റെ നിറത്തെ നമ്മൾ ചാർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹു നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നാം യാതൊരു തരത്തിലുള്ള ഭാവഭേദവും ഇല്ലാതെ നമുക്ക് ചെലവഴിക്കേണ്ടി വരും. നമുക്ക് പരിശുദ്ധമായ സമ്പത്ത് നമ്മൾ ചെലവഴിക്കേണ്ടി വരും. ഇതാണ് അള്ളാഹു വിവരിച്ചിരിക്കുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഇതിൽ ഒരു പോയിന്റ് തഫ്സീർ കബീർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ മഹത്തായ ഒരു പോയിന്റ് എനിക്ക് വായിക്കാൻ സാധിച്ചു. നമ്മൾ വഖഫ് ചിന്തകളായിട്ടുള്ള ആളുകൾ അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഹുസൂർ പറയുന്നു, ഹുസൂർ സൂറ അൻകബൂത്തിൻ്റെ ആയത്തിൻ നമ്പർ 61, വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹ വഹുവസ് സമീഉൽ അലീം. എത്ര ജീവികളുണ്ട് ഭൂമിയിൽ നടക്കുന്ന ജീവികൾ, അവർ തങ്ങളുടെ റിസ്ക് വഹിച്ചുകൊണ്ടല്ല നടക്കുന്നത്. അള്ളാഹു ആണ് അവർക്ക് നൽകുന്നത്, നിങ്ങൾക്കും അവർക്കും. ഹുസൂർ പറയുന്നു, ഈ വാഖ്ഫീനെ ജിന്ദഗി ഉണ്ടല്ലോ, ജമാഅത്തുമായി ബന്ധപ്പെട്ട അവർക്ക് ഇതിൽ ഉപദേശം നൽകിയിരിക്കുന്നു. നിങ്ങൾ റിസ്ക്കുമായി ബന്ധപ്പെട്ട്
നിങ്ങൾ റുജു മടങ്ങുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു ഞാൻ എല്ലാവർക്കും റിസ്ക് നൽകും. ഇതിൽ നിരാശപ്പെടേണ്ട യാതൊരു കാരണവുമല്ല. അള്ളാഹു നമ്മൾ അവന് വേണ്ടി സമർപ്പിച്ചവരാണ്, അവന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് എവിടെയും നോക്കേണ്ട ആവശ്യമില്ല, അള്ളാഹു അല്ലാണ്ട് മറ്റെവിടെയും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ വളരെ മഹത്തായ ഒരു പോയിൻ്റാണിത് ഉസൂർ വിവരിച്ചിട്ടുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞതാണ്, നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു പറയുന്നു ഞാൻ ലോകത്തിൻ്റെ എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി റിസ്ക് നൽകുന്നുണ്ട്. ആരാണ് എവിടെയാണ് ഇരിക്കുന്നത് അവർക്കെല്ലാം ഞാൻ റസാക്കാണ്. നിങ്ങളും എന്നെ അനുസരിച്ചു കൊണ്ട് എനിക്ക് സദൃശനായി തീർന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആയിത്തീരാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് ഇത് അനിവാര്യമാണ്. അത് മുസ്ലിം മൗദുല്ലാ താല അൻഹു നൽകിയ തഫ്സീർ കബീറിൽ ഈ നൽകിയ ഈ പോയിന്റുകളൊക്കെ അതൊരുപാട് പോയിന്റുകളുണ്ട്. അതിൽ എല്ലാം ഇവിടെ വിവരിക്കാൻ സാധ്യമല്ല. കുറച്ചൊക്കെ ഞാൻ തഫ്സീർ കബീറിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പോയിന്റ് ഹുസൂർ പറഞ്ഞിട്ടുള്ളത് നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പന നൽകുക. അത് ഒരിക്കലും മാത്രമല്ല നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, ദീൻ വസ്തബിർ അലേഹ, അതിൽ സബറോട് കൂടിയിട്ട് അതിൽ നിലനിർത്തി കൊണ്ടുപോവുക, അതിൽ നൈരന്തര്യം പുലർത്തുക. അത്തരം ആളുകളുടെ റിസ്ക് നിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറയുന്നത്. അതായത് ദീനിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ സന്താനങ്ങൾക്കും ദീനിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു അവരുടെ റിസ്കിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്നാണ്. ആകയാൽ വലാഖിബത്തുൽ തഖ്വ, അവസാനം അത് മുത്തഖീങ്ങളുടേതായിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ സിഫത്തെ റസാഖിയത്ത് എന്ന് പറയുന്നത്, അള്ളാഹു റസാഖാണ് എന്നുള്ളത്, അതിൻ്റെ വിവിധ വശങ്ങൾ അത് ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. അത് എന്നും തുടങ്ങി അള്ളാഹുവിനെ അറിയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ സിഫത്തുകളുടെ ഉന്നതമായ അത് നമ്മൾ അവലംബിക്കാൻ, നമ്മളുള്ളിൽ സംജാതമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ജസാക്കുമുല്ലാ. ഒരു ടെലിഫോൺ കോളറുണ്ട്. ഇന്ത്യയിൽ നിന്ന് മുക്കറം വലീദ് അഹമ്മദ് സാഹിബ് നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം ശ്രവിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുക്കറം വലീദ് അഹമ്മദ് സാഹിബ്. വലൈക്കും അസ്സലാം. വലീദ് അഹമ്മദ് സാഹിബ് കേൾക്കുന്നുണ്ടോ? അവർ ചോദ്യം ചോദിച്ചോളൂ. എൻ്റെ ചോദ്യം ഇതാണ്, അള്ളാഹുവിൻ്റെ റസാഖ് എന്നുള്ള സിഫത്ത്, റിസ്ക് നൽകുന്നവൻ എന്ന ഗുണം, പിന്നെ എന്തുകൊണ്ടാണ് ലോകത്ത് ഇത്രമാത്രം പട്ടിണി ദാരിദ്ര്യമുള്ളത്? ഇന്നത്തെ അവസ്ഥക്കാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, എത്ര ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നു, എന്ത് കാരണം കൊണ്ടാണ്? അള്ളാഹു അവർക്കും എന്തുകൊണ്ട് റിസ്ക് നൽകുന്നില്ല? ജസാക്കുമുല്ലാ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം സിഫത്ത് റസാഖ് എന്നുള്ള ഇത് മുനീർ ഖാൻ സാഹിബ് നൽകിയതാണ്. എന്നാലും ചോദ്യകർത്താവിൻ്റെ ചോദ്യം അത് വേറൊരു തലത്തിലുള്ളതാണ്. മുനീർ ഖാദിം സാഹിബിനോട് ഈ സിഫത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു വശമാണ്. കാരണം അള്ളാഹുവിൻ്റെ റസാഖ് ആണല്ലോ, എന്നിട്ടും ഒരുപാട് ആൾക്കാർ ദരിദ്രരാണ്, ഒരുപാട് അവർക്ക് പട്ടിണി എടുക്കേണ്ടിവരാണ്. ഇത് സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസാഖ് എന്നുള്ള സിഫത്ത് ഇതുമായി എങ്ങനെ യോജിച്ചു പോകുന്നു? ഇത് സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ രണ്ട് തരത്തിലുള്ള നിയമങ്ങളുണ്ട്. ഒന്ന് പ്രകൃതി നിയമമാണ്, ഒന്ന് ശരീഅത്തിൻ്റെ നിയമമാണ്. പ്രകൃതി നിയമം എന്ന് പറയുന്നത് ചെയ്യുന്നവൻ എന്താണ് അതനുസരിച്ച് പ്രവർത്തി കിട്ടും. ഒരാൾ തൻ്റെ വിരൽ തീയിലിട്ടാൽ അത് അള്ളാഹു അല്ല, അവന് സ്വയം തന്നെ തൻ്റെ വിരലുകൾ മുന്നോട്ട് വെച്ചത് കൊണ്ടാണ് തീ തട്ടി പൊള്ളിയത്. അപ്പോൾ ആരാണ് എന്താണ് ചെയ്യുന്നത് അനുസരിച്ചിട്ടുള്ള ഇത് റിയാക്ഷൻ കിട്ടും. ഇതാണ് പ്രകൃതി നിയമം. ഈ ലോകത്ത് ആർക്കെങ്കിലും ദ്രോഹം ചെയ്യപ്പെട്ടെങ്കിൽ അതിനു വേണ്ടി അതെങ്ങനെയാണോ അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകുന്നത്, ആക്രമിക്കപ്പെട്ട ആൾക്ക് അത് അള്ളാഹു മരണത്തിന് ശേഷം നൽകുന്നതാണ്. അത് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, ഹുസൂർ, ലോകത്ത് പലതരത്തിലുള്ള ശിക്ഷകൾ വരുന്നത്, അതിൽ നല്ല ആളുകളും അതിൽ കുടുങ്ങുന്നു, കുട്ടികളും കുടുങ്ങുന്നു. ഹുസൂർ പറഞ്ഞ്, അല്ല, ഇവിടെ എങ്ങനെയാണോ നിയമം എങ്ങനെയാണോ കണക്കുള്ളത്, നിയമം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ കണക്ക് എന്ന് പറയുന്നത് മരണത്തിന് ശേഷമാണ്. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത് ചില ആളുകൾ, സമ്പത്തുള്ള ഒരുപാട് ആളുകളുണ്ട്, അള്ളാഹു ഒരുപാട് നല്ല ഭക്ഷണങ്ങളും നല്ല വിഭവങ്ങളും നൽകിയിരിക്കുന്നു. ചില ആളുകൾ വിശന്ന് മരിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇത് നടക്കുന്നത്. ആരാണ് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിയായ രീതി അവലംബിച്ചു, അതിൻ്റെ ഫലമായിട്ട് അവർക്ക് നല്ല സമൃദ്ധി വന്നെത്തുകയുണ്ടായി. എന്നാൽ സ്വന്തം തന്നെ വളരെ ദുർബലരാക്കിയ അവർ, കഠിനാധ്വാനം ചെയ്യാതെ അലസരായിരുന്നവർ, അവർ പ്രകൃതി നിയമമനുസരിച്ച് അവർക്കത് കിട്ടേണ്ടത് കിട്ടി. ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് അന്യായമാണ്, അയാൾ കഠിനാധ്വാനം ചെയ്തു, പക്ഷെ എന്നാലും എന്നാൽ ഈ ഒരു അന്യായം, ഈ അന്യായത്തിൻ്റെ ഈ പ്രശ്നം, അത് അള്ളാഹു മരണത്തിന് ശേഷം അവൻ വെച്ചിരിക്കണം. അതിൻ്റെ പ്രതിഫലം നിങ്ങൾ അള്ളാഹു എന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാനി, നിങ്ങളുടെ നീതി പുലർത്താനാണ് നിങ്ങൾ കൽപ്പന. നിങ്ങൾ ഒരിക്കലും അനീതി പ്രവർത്തിക്കരുത്, നിങ്ങൾ നീതിയോട് പ്രവർത്തിക്കുക, നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിങ്ങൾ പെരുമാറുക, നിങ്ങളുടെ രക്തബന്ധുക്കളെ പോലെ നിങ്ങൾ അവരെ പെരുമാറുക എന്നുള്ള കൽപ്പനയാണുള്ളത്. ഇതാണ് അധ്യാപനം. ഈ അധ്യാപനത്തെ ആരെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു അവൻ്റെ കാര്യം അത് തൻ്റെ കൈകളിൽ വെച്ചിരിക്കുന്നു. മരണത്തിന് ശേഷം അവന് രക്ഷയോ ശിക്ഷയോ നൽകുന്നതായിരിക്കും. ഇനി ഈ ലോകത്തുള്ളത് കാര്യം, ആരാണ് എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുവോ അള്ളാഹു ഈ ലോകത്ത് വെച്ചിട്ടുള്ള നിയമങ്ങൾ ആരാണ് അവലംബിക്കുന്നത്, അതിനനുസരിച്ച് അവനോട് പെരുമാറുന്നതായിരിക്കും. പ്രേക്ഷകരെ, മറ്റൊരു ടെലിഫോൺ കോളറുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും ആരിഫ് സമാൻ സാഹിബ് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മുക്കറം ആരിഫ് സമാൻ സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ചോദ്യം, ദൈവിക ഗുണങ്ങളിൽ വിശ്വസിക്കേണ്ട ആവശ്യകത എന്താണ്? അതിൻ്റെ ഫലമായിട്ട് അത് മനുഷ്യ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? അതിന് ചുരുക്കത്തിൽ മറുപടി പറയാൻ അപേക്ഷിക്കുന്നു. ജസാക്കുമുല്ലാ. നിയാസ് അഹമ്മദ് ഖാൻ നായിക് സാഹിബിനോട് ഞാൻ ചോദ്യം വെക്കുന്നത്, ഏറ്റവും ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത്, അള്ളാഹു കൽപ്പന നൽകിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ സിഫാത്തിൽ ഈമാൻ കൊള്ളുക എന്നുള്ളത്. വമൻ അഹ്സനു, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അവലംബിക്കുക, അതിൻ്റെ പ്രതീകമായി തീരുക. ദൈവഗുണങ്ങളുടെ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കൽപ്പന എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ പറഞ്ഞത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. പിന്നെ ആ ഗുണങ്ങളുടെ പ്രതീകമായി കൊണ്ട് അതിനവലംബിച്ചുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ സിഫത്താണ് സലാം. അള്ളാഹു മറ്റുള്ളവർക്ക് സലാമത്തെ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവർക്കും സമാധാനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ പേര് സലാം എന്നാണ്. അള്ളാഹുവിൻ്റെ ആരാണോ ഈ ഒരു സിഫത്ത് അവലംബിക്കുന്നത് അവൻ മറ്റുള്ളവർക്ക് നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതല്ല. അത് വ്യക്തിപരം നിലയിൽ, അത് സ്റ്റേറ്റ് ലെവലാണെങ്കിൽ, അത് ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിൽ പോലും, അത് സാമൂഹ്യപര നിലയിൽ പോലും നഷ്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതല്ല. എൻ്റെ നാവ് കൊണ്ടോ എൻ്റെ കാര്യങ്ങൾ കൊണ്ടോ എൻ്റെ ചലനം കൊണ്ടോ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സിഫത്തിനെ ഇന്ന് ആരെങ്കിലും അവലംബിക്കുകയാണെങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, അതായത് തൻ്റെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ റിസോഴ്സുകൾ ധ്വംസിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി സമാധാനമായിരിക്കും ആഗ്രഹിക്കുക. അവൻ ഈ സിഫത്തുകൾ അവലംബിക്കുകയാണെങ്കിൽ തീർച്ചയായും മുഴു ലോകത്തും ശാന്തിയും സമാധാനവും സൃഷ്ടിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അവലംബിക്കുക എന്നുള്ളതാണ് നിബന്ധന. അള്ളാഹു എങ്ങനെയാണ് കൽപ്പന നൽകിയിട്ടുള്ളത്?
അതിൻ്റെ ചൈതന്യത്തിലും ആത്മാവും ഉൾക്കൊണ്ടുകൊണ്ട് അവലംബിക്കുക എന്നുള്ളതാണ്. ജസാക്കുമുല്ലാ താല. അടുത്ത ചോദ്യം മൗലാന നായിക് സാഹിബിനോടാണ്. അള്ളാഹുവിൻ്റെ ഒരു സവിശേഷ ഗുണമാണ് ഹാദി. എങ്ങനെയാണ് അള്ളാഹു തൻ്റെ ഈ സവിശേഷ ഗുണം കൊണ്ട് മനുഷ്യന് മാർഗദർശനം നൽകുന്നത്? അതിനെക്കുറിച്ച് അല്പം വിശദീകരിച്ചാലും. നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീനാണ്. റബ്ബിൻ്റെ അർത്ഥം നിസാരമായ അവസ്ഥയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്. റബ്ബ് എന്ന സിഫത്ത് അനുസരിച്ച് മനുഷ്യൻ്റെ ആത്മീയവും ശാരീരികമായ വളർച്ചയ്ക്കൊണ്ടുള്ള നമ്മൾ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. അത് വെള്ളമായിക്കൊള്ളട്ടെ, വായു ആയിക്കൊള്ളട്ടെ, എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും അള്ളാഹു മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ അള്ളാഹു ഒരു തരത്തിലുള്ള വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. ശാരീരികവും ആത്മീയമായ നിലയിൽ അത് എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടിയും അള്ളാഹു ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും രാജ്യത്തിന് പ്രത്യേകമായിട്ട് അള്ളാഹു അത് തടഞ്ഞു വെച്ചിട്ടില്ല. അതുപോലെ തന്നെ അള്ളാഹു വിവിധ സമൂഹങ്ങളിൽ തങ്ങളുടെ തൻ്റെ പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിരിക്കുന്നു. അതിന് നമ്മുടെ അടിസ്ഥാനം വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു എല്ലാ സമുദായങ്ങളിലേക്കും അള്ളാഹു പ്രവാചകരെ അയച്ചിരിക്കുന്നു. അത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം വൈമിൻ ഉമ്മത്തിനില്ല ഖലാഫി നസീർ നായത്തിൻ്റെ വിശദീകരണത്തിൽ മസീദ് വസ്സലാം പറയുണ്ടായി, ഒരു സമുദായവും ഒരു ഭയപ്പെടുത്താൻ അല്ലെങ്കിൽ താക്കീതുകാരനില്ലാതെ കഴിഞ്ഞു പോയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. എല്ലാ സമുദായത്തിനു വേണ്ടിയും അള്ളാഹു മാർഗദർശനം അയച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നാം ഒരു സമുദായത്തിൻ്റെയും അതിൻ്റെ സ്ഥാപകരെ ബഹുമാനിക്കുകയാണെങ്കിൽ അത് മസീഹ് ഇസ്ലാം ഈ കാലത്ത് നമ്മെ പഠിപ്പിച്ചതാണ്. പിന്നെ അള്ളാഹു പറയുന്നു, ഞാൻ എല്ലാ കാലഘട്ടത്തിലും ഋഷി മുനി അവതാരങ്ങളെ ഞാൻ അയച്ചിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ചിട്ട് അള്ളാഹു അയച്ചിരിക്കുന്നത്. അത് ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അല്ലദി ഖലഖ ഫസവ്വ വല്ലദി ഖദ്ദറ ഫഹദ. അള്ളാഹു സൃഷ്ടിച്ചു, പിന്നീട് അതിനെ ശരിപ്പെടുത്തുകയുണ്ടായി. വല്ലദി ഖദ്ദറ ഫഹദ, അള്ളാഹു ഒരു അനുമാനിച്ചു, അത് പൂർത്തിയാക്കി. എന്തെല്ലാമാണ് നല്ല, എന്തെല്ലാം തിന്മകൾ, ഏത് രീതിയിലുള്ള മരുന്നുകൾ നൽകേണ്ടത്, ഇതെല്ലാം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അള്ളാഹു മനുഷ്യന് കഴിവുകൾ നൽകിയിരിക്കുന്നത്. മനുഷ്യൻ്റെ ആ ഉന്നതിയിലേക്കുള്ള യാത്ര, അതിലേക്ക് മനുഷ്യനെത്താനുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. എല്ലാ നന്മകളെയും തിന്മകളെയും കുറിച്ച് അള്ളാഹു വിവരിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം മുസ്ലിം മൗഊദ് റളിയല്ലാഹു പറയുന്നു, ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു പറയുന്നു, വല്ലസി ഖദ്ദറ ഫഹദ. അതിൻ്റെ അർത്ഥം എപ്പോഴെല്ലാം അത് വഴിതെറ്റി പോന്നുവോ, മനുഷ്യൻ്റെ ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു അവർക്ക് മാർഗദർശനം നൽകുന്നു. അങ്ങനെ അവനെ പരിഷ്കരിച്ചു മനുഷ്യനെ. അത് കുറവായിരുന്നെങ്കിൽ മനുഷ്യൻ എല്ലായ്പ്പോഴും വഴികേടിലായി പോയേനെ. അതിന് മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു പോയേനെ. അതുകൊണ്ട് അള്ളാഹു മനുഷ്യന് പരിഷ്കരണത്തിനുള്ള എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കിയിരിക്കുന്നു. അള്ളാഹു അൽ ഹാദിയാണ്, അവൻ മാർഗദർശനം നൽകുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വ അലല്ലാഹി ഖസ്ദുസ്സബീൽ. അള്ളാഹുവിൻ്റെ അവകാശം, അവൻ മനുഷ്യന് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ അവകാശമാണ്. പല തെറ്റായ വഴികളും ഉണ്ടാകും. എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു ഈ മാർഗദർശനം മനുഷ്യൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആകാശത്തിൽ നിന്നാണ് ഈ മാർഗദർശനം വരുന്നത്. ഒരു ഭൗതികമായിട്ടുള്ള ഒരു സംഘടനകളൊന്നും തന്നെയല്ല ഈ മാർഗദർശനം നൽകുന്നത്. അവർക്ക് ചെയ്യാൻ സാധ്യവുമല്ല. നോക്കുക, ആകാശത്ത് നിന്ന് വെള്ളം വരുമ്പോൾ അത് ഭൂമിയിൽ നിന്ന് അത് വിളവുകൾ ഉണ്ടാവുന്നു, അതേപോലെ പച്ചപ്പ് ഉണ്ടാവുന്നു. അതേപോലെ ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളം അത് മനുഷ്യൻ്റെ ആത്മാവിനെ അത് കുളിർപ്പുകയും ആത്മാവിൽ പച്ചപ്പുണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മൾ നോക്കാം, നമുക്ക് കൃഷിയിൽ അതിന് സൂര്യൻ്റെ കിരണം ആവശ്യമുണ്ട്, മറ്റു പല കാര്യങ്ങളും ആവശ്യമുണ്ട്. അതെല്ലാം തന്നെ അള്ളാഹു ആകാശത്ത് നിന്ന് ഏർപ്പെടുത്തി കൊടുക്കുന്നു. ആകാശത്ത് നിന്ന് വെള്ളം വരുന്നില്ല എങ്കിൽ ആ ഭൂമിയുടെ ആ കഴിവുകൾ അതില്ലാതായിത്തീരുന്നു.
അതുപോലെ തന്നെ മനുഷ്യൻ്റെ ബുദ്ധി ഇല്ലാതായിത്തീരുന്നു. ആകാശത്തിൽ നിന്ന് മനുഷ്യന് വഹിയും ഇൽഹാമും ഉണ്ടാകുന്നില്ല എങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധി മരവിച്ചു പോകുന്നു, മുരടിച്ചു പോകുന്നതായിരിക്കും. ആ ഇൽഹാം ഉണ്ടെങ്കിൽ മാത്രമേ ആ മനുഷ്യൻ്റെ ഹൃദയമോ അല്ലെങ്കിൽ ആത്മാവെല്ലാം അത് പരിപോഷിപ്പിക്കപ്പെടുകയുള്ളൂ. ചിലർ പറയുന്നു ചില സംഘടനകൾ ഇട്ടുകൊണ്ട് അവർക്ക് പരിഷ്കരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം അള്ളാഹു മനുഷ്യൻ്റെ പരിഷ്കരണത്തിന് വേണ്ടിയാണ് അയച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഈ അവസ്ഥകൾക്കും പരിഹാരമായിട്ടാണ് അള്ളാഹു ഹസ്രത്ത് മസീഹ് വസ്സലാം അയച്ചിരിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് നമുക്ക് എല്ലാ പരിഷ്കരണങ്ങളും എല്ലാ നന്മകളും നമുക്ക് ചെയ്യാൻ സാധിക്കുക. കഴിഞ്ഞ ഖുത്ബയിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അബ്ദുല്ലാ തആല ബിൻ നസ്രിൽ അസീസ് ഇതിലേക്ക് പറ്റി പറയുകയുണ്ടായി. ഇന്ന് ഈ ലോകത്ത് കാണുന്ന ഈ ഭിന്നതകളെക്കുറിച്ച് പറയുകയുണ്ടായി. അതിനുള്ള ഒരേ ഒരു മാർഗം ഈ കാലഘട്ടത്തിൽ അള്ളാഹു തൻ്റെ ഇൽഹാം നൽകി അയച്ചിട്ടുള്ള മസീഹിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഹുസൂർ പറയുന്നു, മാർച്ച് മാസം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ പേടകമുണ്ടാക്കിയ ഒരു മാസമാണത്. അതിനെ സംബന്ധിച്ച് മസീഹ് ഇൽഹാമുണ്ടായി വസ്നിൽ ഫുൽക്ക, അതായത് എൻ്റെ മാർഗദർശനത്തിൽ എൻ്റെ വഹീനനുസരിച്ച് നീ ഒരു പേടകം നിർമ്മിക്കുക എന്ന് മസീഹ് ഇൽഹാം ഉണ്ടായി. ആരാണോ ഈ പേടകത്തിൽ യാത്ര ചെയ്യുക അവർക്കാണ് നേർമാർഗം ലഭ്യമാവുക. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൽഹാം ഉണ്ടായി. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നുണ്ട്, ഇന്ന് കപ്പലുകളിൽ മല്ലും എല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ നന്മയുടെ ആ സൗഖ്യത്തിൻ്റെ ആ കിഷ്ടി എന്ന് പറയുന്നത് കപ്പൽ എന്ന് പറയുന്നത് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ കപ്പലാണ്. ഹസ്രത്ത് ഹുസൂർ അൻവർ അല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് 2026 ഈ ഐക്യത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ട്. അതിൽ ഹുസൂർ പറയുന്നു, മുസ്ലിം ഭരണകർത്താക്കൾ അവരുടെ രാജാക്കന്മാരും അവർ തങ്ങളുടെ സ്വാർത്ഥതയെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പരിശ്രമിക്കേണ്ടത് ഒരു ഇസ്ലാം എന്നുകൊണ്ട് ഒരു ഏക സമുദായമാകേണ്ടതാണ്. അവർ പരിപൂർണമായി പരിശ്രമിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ലോകത്തിൻ്റെ ആക്രമണത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, അവർക്ക് ഏകത്വം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദജ്ജാലിൻ ശക്തികളെ അവരെ ഛിന്ന ഭിന്നമാക്കുന്നതിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു കാലഘട്ടത്തിൽ എന്താണ് സംവിധാനം ചെയ്തിട്ടുള്ളത്? ഏതാണ് ദൈവിക സംവിധാനം, എന്താണ് ഇതിൽ രക്ഷപ്പെടുന്നതിനുള്ളത്? ഏതിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഇതിൽ രക്ഷപ്പെടാൻ സാധിക്കുക? അത് ഏക സമുദായം മാറാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം അള്ളാഹു അയച്ചിരിക്കുന്നു. ആ ഏക സമുദായം മുസ്ലിങ്ങളെ സമുദായമാകുന്നതിന് വേണ്ടി അഹമ്മദി എന്ന നിലയിൽ നമ്മുടെ പരിശ്രമം അള്ളാഹുവിനെ മുസ്ലിം സമുദായത്തെ ഏക സമുദായമാക്കട്ടെ എന്നുള്ളതാണ്. അതിനുവേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. ആമീൻ. ജസാക്കുമുല്ലാഹു തആല ഹസ്ന ജസാ. ഇതോടെ ഈ പ്രോഗ്രാം ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ ആത്മാവും നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഓരോ അണുവും സർവശക്തനും സത്യവാനും പരിപൂർണനുമായ ദൈവത്തെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അവൻ്റെ കരങ്ങളാലാണ് ഓരോ ആത്മാവും സൃഷ്ടികളുടെ ഓരോ അണുവും അവയുടെ എല്ലാ കഴിവുകളും കൂടി ഉത്ഭവിച്ചത്. അവൻ്റെ അസ്തിത്വത്തിലാണ് മറ്റെല്ലാ അസ്തിത്വങ്ങളും നിലനിൽക്കുന്നത്. അവൻ്റെ അറിവിലോ നിയന്ത്രണത്തിലോ സൃഷ്ടിപ്പിലോ പെടാത്തൊന്നും തന്നെയില്ല. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ആയിരക്കണക്കിന് സലാത്തും കാരുണ്യവും അനുഗ്രഹവും വർഷിക്കുമാറാകട്ടെ. ആ മഹാത്മാവിലൂടെയാണ് നമ്മൾ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തിയത്. ആ ദൈവം സ്വയം നമ്മോട് സംസാരിച്ചുകൊണ്ട് തൻ്റെ അസ്തിത്വത്തിന് തെളിവ് നൽകുകയും അസാധാരണമായ അടയാളങ്ങൾ കാണിച്ചു തന്ന് തൻ്റെ പുരാതനവും പരിപൂർണവുമായ ശക്തികളുടെ തിളങ്ങുന്ന മുഖം നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. അതിനാൽ ദൈവത്തെ നമുക്ക് കാണിച്ചു തന്ന അത്തരമൊരു പ്രവാചകനെ നമുക്ക് ലഭിച്ചു. തൻ്റെ പരിപൂർണമായ ശക്തിയാൽ ഓരോ വസ്തുവിനെ സൃഷ്ടിച്ച അത്തരമൊരു ദൈവത്തെയും നമ്മൾ കണ്ടെത്തി. അവൻ്റെ ശക്തി എത്രയോ മഹത്തരമാണ്. അവൻ്റെ സഹായമില്ലാതെ യാതൊരു വസ്തുവിനും അസ്തിത്വത്തിൻ്റെ രൂപം പ്രാപിക്കാൻ കഴിയില്ല. അവൻ്റെ താങ്ങില്ലാതെ യാതൊന്നിനും നിലനിൽക്കാനും സാധ്യമല്ല. നമ്മുടെ ആ സത്യദൈവം എണ്ണമറ്റ അനുഗ്രഹമുടയവനും എണ്ണമറ്റ ശക്തിയുള്ളവനും അപാരമായ സൗന്ദര്യമുള്ളവനും അസംഖ്യം ഔദാര്യങ്ങൾ ചെയ്യുന്നവനുമാകുന്നു. അവനല്ലാതെ മറ്റു ദൈവവുമില്ല. നസീമെ ദാവത്ത് റുഹാനി ഖസാൻ വാല്യം 19 പേജ് 363. മാന്യപ്രേക്ഷകരെ, ഇതോടൊപ്പം ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്.
ഇൻഷാ അല്ലാഹു തആല അടുത്ത എപ്പിസോഡിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നാം തുടർന്നു കൊണ്ടുപോകുന്നതാണ്. അതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് അനുമതി തന്നാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया